മുബഷീർ, സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ ഏറ്റവും ശക്തിയോടെ മുന്നിൽ നിൽക്കുന്ന DMK-യെ കൂടെ കൂട്ടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ PV അൻവറിന് വർഗീയ കക്ഷികളുടെ പിന്തുണയാണ് ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിനി മാറ്റി പറയേണ്ടി വരും എന്നത് തന്നെയാണ്. ഒപ്പം സംഘപരിവാർ വിരുദ്ധ ചേരിയിലുള്ള കൂടുതൽ ആളുകളെ തന്നോടൊപ്പം നിർത്തുക എന്ന തന്ത്രം കൂടിയായിരിക്കും ഇനി അൻവർ പയറ്റുകയല്ലേ? തീർച്ചയായും ഒരു BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെക്യുലറിസ്റ്റ് നേതാവെന്ന ഖ്യാതിയുള്ള MK സ്റ്റാലിൻ്റെ പാർട്ടിയുമായി അലയൻസിലാകുമ്പോൾ സ്വാഭാവികമായത് മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തൽ പൊതുവെ PV അൻവറിനുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിവരവും അത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നീലഗിരി മേഖലയിൽ ഉൾപ്പെടെ അൻവറിനുള്ള സ്വാധീനം തന്നെയാണ്. അവിടെ ഉൾപ്പെടെ നിലനിൽക്കുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണെങ്കിലും അത്തരത്തിലുള്ള സാധാരണക്കാരുടെ വിഷയങ്ങളാണ്. ഈ ഒരു വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുമ്പോൾ ഈ പാർട്ടികൾക്ക് DMK പോലെയുള്ള തമിഴ്നാട്ടിലെ പാർട്ടികൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് അൻവർ ഇത്തരമൊരു നീക്കത്തിൽ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണം നിലനിൽക്കുന്ന മേഖലയാണ്. അതിൻ്റെ ഒരു കൃത്യമായ സൂചന അൻവർ നൽകിയിരുന്നു. അതിനുവേണ്ടി താൻ തുടർച്ചയായി ശ്രമിച്ചിട്ടുണ്ട്, ആ ഒരു വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി. എന്നാൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ, നിലവിലെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തനിക്കതുമായി ബന്ധപ്പെട്ട പരിഹാര നടപടികൾ ചെയ്യുന്നതിന് സഹകരിച്ചില്ല എന്നുള്ളതായിരുന്നു അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സ്വാഭാവികമായും അതിനൊരു മറുപടിയായി അല്ലെങ്കിൽ അതിലൊരു മറ്റൊരു ആശയമായി കൊണ്ടുവരാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ആ നിലയിൽ സ്റ്റാൻഡ് എടുക്കുന്ന DMK മുന്നണി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവർ അത്തരമൊരു ചർച്ച നടത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തെ യോഗം, മഞ്ചേരിയിലെ യോഗത്തിൽ അൻവർ 1 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും DMK-യുമായി ചേരാൻ പോകുന്ന ഒരു പാർട്ടിയുടെ പ്രഖ്യാപനമായിരിക്കും അൻവർ അവിടെ നടത്തുക എന്നുള്ളതാണ്. DMK മുന്നണിയുമായി ചേരുന്ന ഒരു അലയൻസ് പ്രഖ്യാപിക്കും. അതിന് മുൻപായി അൻവറിൻ്റെ ഒരു പാർട്ടിയുടെ പ്രഖ്യാപനം നാളെ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരമൊരു സസ്പെൻസ് പ്രഖ്യാപിക്കുന്നതിലൂടെ, ഇത്തരമൊരു സസ്പെൻസ് അറിയിച്ചതിലൂടെ തന്നെ നിരവധി ആളുകൾ അൻവറിൻ്റെ പ്രഖ്യാപനം കേൾക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയും അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ ചന്തക്കുന്നിലെ പൊതുയോഗം നടത്തുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത് 50 ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിൽ താഴെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ, എനിക്ക് അതിനപ്പുറം പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അൻവർ പറഞ്ഞത്. പക്ഷേ പരിപാടി നടന്ന സമയത്ത് 6000-ലധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. സ്വാഭാവികമായും അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യയശാസ്ത്രം എങ്ങനെയായിരിക്കും, അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എന്തായിരിക്കും എന്നൊക്കെ തന്നെ ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി മഞ്ചേരിയിലേക്ക് എത്തും. മഞ്ചേരി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആളുകൾ കൂടുന്നൊരു മേഖല കൂടിയാണ്, വാണിജ്യ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രദേശം അൻവർ സുപ്രധാനപ്പെട്ട ഒരു നിലപാട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് വിശേഷിച്ച് മാധ്യമങ്ങളുടെ ഈ നിലയിൽ DMK എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ വലിയൊരു പാർട്ടിയുമായി ചേരാൻ പോകുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തുവിട്ടതോടെ അതിലൊരു സസ്പെൻസ് കൂടി വരുന്നു എന്നുള്ളതാണ്. ഇനി അൻവർ തന്നെയാണ് ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കേണ്ടത് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പരീക്ഷണം എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി അടുക്കുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൻ്റെ വലിയ ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെട്ടിരുന്ന മണ്ഡലം 29 വർഷത്തോളം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് MLA ആയും മന്ത്രിയായും നിയമസഭയിൽ പ്രതിനിധീകരിച്ചൊരു മണ്ഡലം 29 വർഷങ്ങൾക്ക് ശേഷമാണ് PV അൻവറിലൂടെ ഇടതുമുന്നണി തിരിച്ചുപിടിക്കുന്നത്. ചരിത്രമൊക്കെ നമുക്ക് മുൻപിലുണ്ട്. പിന്നീട് അൻവറിൻ്റെ കീഴിലായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 3ഓളം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും ഇടതുമുന്നണി ഭരണം പിടിച്ചത് എന്നുള്ളതാണ്. അമരമ്പലം പഞ്ചായത്തും ചുങ്കത്തറ പഞ്ചായത്തും ഉൾപ്പെടെ വർഷങ്ങൾക്ക് ശേഷം അൻവറിൻ്റെ കീഴിൽ അൻവറിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്നു. നിലമ്പൂർ നഗരസഭ ആദ്യമായി ഇടതുമുന്നണി ഭരണമേൽക്കുന്നു. അവിടെ അൻവർ ഉപയോഗിച്ചൊരു രാഷ്ട്രീയ തന്ത്രമുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വികസന മുന്നണി എന്ന പേരിൽ LDF എന്നതിനപ്പുറത്തേക്ക് ഒരു വികസന മുന്നണി രൂപീകരിക്കുന്നു. തുടർന്ന് സ്വതന്ത്രരായി മത്സരിച്ച ആളുകളുടെ പിന്തുണയുൾപ്പെടെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അൻവർ തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നിലമ്പൂർ നഗരസഭയ്ക്ക് സമ്മാനിച്ചു കൊടുക്കുന്നത്. നിലമ്പൂർ നഗരസഭ ഇപ്പോൾ ഇടതു ഭരിക്കുന്നത് തന്നെ അൻവറിൻ്റെ കരുനീക്കങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് പൊതുവെയുള്ള ചർച്ച. സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതിനു പിന്നിൽ അദ്ദേഹം കൃത്യമായി ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടതും ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായതും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നാളത്തെ ഒരു പൊതുയോഗം, മഞ്ചേരിയിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്താൻ പോകുന്ന പൊതുയോഗത്തിലേക്ക് DMK പാർട്ടിയുടെ വക്താക്കളായി ആരെങ്കിലും പങ്കെടുക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കും. അത് വലിയ സാധ്യത എത്രത്തോളം ഉണ്ടാകുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. നേരത്തെ ഈ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അൻവർ കേവലം ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമാകില്ല എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി. കാരണം ഈ നീലഗിരി ജില്ലയിലൊക്കെ തന്നെ പന്തല്ലൂരാണെങ്കിലും നാടുകാണിയാണെങ്കിലും ഗൂഡല്ലൂരൊക്കെ ആണെങ്കിലും നിലനിൽക്കുന്ന മേഖല മലയോര മേഖലയായതുകൊണ്ട് വന്യജീവികളുടെ ആക്രമണമുണ്ട്, കടുവകളുടെ ആക്രമണം ഉൾപ്പെടെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ തന്നെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പാർട്ടിയാണ് DMK എന്നുള്ളത്. സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും ഇപ്പോഴും നേരിടുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക ഇടമൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും
ഈ നിലയിൽ മലയോര മേഖല അത്രത്തോളം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള രാഷ്ട്രീയ നെക്സസുകളാണെന്ന് അൻവർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇടതും വലതും മാറി മാറി ഭരിച്ചതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. വിശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ, ക്രിസ്ത്യൻ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം അവഗണനയാണ് ഈ പറയപ്പെടുന്ന LDFും UDFും ചെയ്തിട്ടുള്ളതെന്ന കാര്യങ്ങളൊക്കെ തന്നെ അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിനൊരു മറുപടി അല്ലെങ്കിൽ അതിനൊരു മറ്റൊരു തരത്തിലുള്ള പരിഹാരം എന്താണെന്ന ചോദ്യത്തിന് തന്നെയാണ് അൻവർ DMK എന്ന പാർട്ടിയിലൂടെ മറുപടി പറയാൻ പോകുന്നത്. നാളത്തെ ആ യോഗം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. വിനീത.